ഹായ്, ഇന്ന് ശിവരാത്രിയാണ്. ഞങ്ങൾ നട്ടാലം ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഞാനും സൈഷേട്ടനുണ്ട്. ഹായ്, ഹലോ എല്ലാ കൂട്ടുകാർക്കും രജി സതി അബി ബ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സ്വന്തമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ് കേട്ടോ. നമ്മൾ നട്ടാലം ശിവക്ഷേത്രത്തിൽ ഇന്ന് തൊഴാൻ പോയി. അപ്പോൾ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ക്യൂ നിന്നാണ് നമ്മൾ തൊഴാൻ കയറിയത്. അപ്പം നട്ടാലം ശിവക്ഷേത്രം ചെറിയൊരു അമ്പലമാണ്. സാധാ ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് കുറവായിരിക്കും. പക്ഷേ ശിവരാത്രി ദിവസം നല്ല ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. അത് എല്ലാ ശിവക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ്. പുരാണ കഥയിൽ ചൂണ്ടധരൻ എന്ന അസുരൻ ശിവഭഗവാനെ ചൂണ്ടുവരെല്ലാം ഭസ്മമാക്കാൻ ഓടിച്ചപ്പോൾ ശിവഭഗവാൻ ഭയന്നൊളിച്ച് 12 അമ്പലങ്ങളിൽ അഭയം പ്രാപിച്ചു. അതിൽ അവസാനത്തെ അമ്പലമാണ് ശ്രീ നട്ടാലം ശിവക്ഷേത്രം. അപ്പോൾ ഈ 12 അമ്പലങ്ങളിൽ 2 അമ്പലങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് കുറച്ച് നേരം അമ്പലത്തിനകത്ത് നമ്മൾ ഇരുന്നു കേട്ടോ. പിന്നെ വെളിയിൽ വന്ന് ഔഷധക്കഞ്ഞി മേടിച്ച് കഴിച്ചു. അപ്പോൾ നല്ല എരിവുള്ള ഔഷധക്കഞ്ഞിയായിരുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ശിവക്ഷേത്രത്തിൽ നിന്ന് തൊട്ടടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം നമ്മുടെ പുരാണ കഥയിൽ നമ്മുടെ ചൂണ്ടധരൻ എന്ന് പറയുന്ന മഹാസുരൻ വരം മേടിച്ചിട്ട് ശിവഭഗവാനെ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഭഗവാന് നേർക്ക് ചൂണ്ടുവിരൽ നീട്ടുമ്പോൾ ഭഗവാൻ പേടിച്ച് ഭയന്ന് 12 അമ്പലങ്ങളിൽ ഓടി ഒളിച്ചു. അപ്പോൾ 12 അമ്പലങ്ങളും തമിഴ്നാട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിലെ അവസാനത്തെ അമ്പലമാണ് ഈ നട്ടാലം ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തിൽ വെച്ചാണ് ആ ചൂണ്ടധരൻ എന്ന മഹാസുരനെ ആ മഹാവിഷ്ണു മോഹിനി രൂപം കൊണ്ട് നിഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ശിവഭഗവാനെ പ്രതിഷ്ഠ വെച്ചിട്ട് തൊട്ടടുത്ത് തന്നെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവുമുണ്ട്. അപ്പം നമ്മൾ ആ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ ശിവഭഗവാനും മഹാവിഷ്ണുവും ഒരുമിച്ചുള്ള പ്രതിഷ്ഠയാണ് കേട്ടോ. ശിവഭഗവാന്റെ ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെ മഹാവിഷ്ണു ക്ഷേത്രവുമുണ്ട്. നമ്മൾ ഈ ഒരു കുളത്തിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ശിവഭഗവാനും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ക്യൂ നിന്ന് ഇടി കൊണ്ട് എങ്ങനെയും തൊഴുവാൻ കയറി. ഗോപാല ഗോപാല. അപ്പോൾ ഇതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഉൾവശം. അപ്പോൾ അവിടെ തൊഴുതിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നു. പിന്നെ പുറത്ത് വന്നപ്പോഴത്തേക്ക് അവിടെയും കഞ്ഞിസദ്യയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊന്നും കഴിച്ചില്ല, നമ്മൾ ശിവക്ഷേത്രത്തിൽ നിന്ന് കഴിച്ചതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് പുറത്ത് വന്നപ്പോൾ നമ്മൾ ശിവരാത്രിയിൽ വ്രതം എടുത്തിട്ട് അവിടെ ഉറക്കം ഒഴിഞ്ഞിരിക്കുന്നവരൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ നല്ല ശിവഭക്തി ഗാനങ്ങളൊക്കെ ഇട്ടിരുന്നു കേട്ടോ. കേൾക്കാൻ നല്ല സുഖമുള്ള പാട്ടുകളാണ്. പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ആ മ്യൂസിക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു 7 മണിയോടുകൂടി വീട്ടിൽ പോയിട്ട് നമ്മൾ നല്ലവണ്ണം ഫ്രഷ് ആയിട്ട് ഒരു 9 മണിയോടുകൂടി നമ്മൾ വീടിന് തൊട്ടടുത്തുള്ള കിള്ളൂർ ശിവക്ഷേത്രത്തിലെത്തി. അപ്പോൾ അവിടെയും ഉത്സവം തന്നെയാണ്. അപ്പോൾ ശിവരാത്രിയുടെ എല്ലാ ശിവക്ഷേത്രത്തിലും ഉത്സവമാണല്ലോ. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് അമ്പലത്തിൽ തൊഴുതിട്ട് പിന്നെ അവിടെ അന്നദാനം കഴിക്കാനായിട്ട് ചെന്നു കേട്ടോ. അപ്പോൾ അവിടെയും ഒടുക്കത്തെ തിരക്കാണ്. അന്നദാനം കഴിക്കാനായിട്ട് നല്ലവണ്ണം തിരക്കായിരുന്നു. അപ്പോൾ ഒരുവിധം തിരക്കിനിടയിൽ പെട്ട് അന്നദാനം കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ എല്ലാ ശിവക്ഷേത്രത്തിലും അന്നദാനവും കഞ്ഞിയൊക്കെ ഉണ്ട്. നേരം വെളുക്കുന്നത് വരെ ഉണ്ട്. കാരണം ഭജന ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഒരുവിധം സീറ്റൊക്കെ ഒപ്പിച്ച് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പം നല്ല സദ്യയായിരുന്നു. 5 കൂട്ടം കറിയും സാമ്പാർ, രസം, പിന്നെ പരിപ്പ് പായസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു. നമ്മൾ നല്ലവണ്ണം കഴിച്ചു കേട്ടോ. സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബ്ലോഗ്. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. താങ്ക് യു.